നമസ്കാരം. 50 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം വിവാഹിതനായി. ആ വിവാഹം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതിനെപ്പറ്റിയുള്ള ചില വിവരങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. അദ്ദേഹം ഒരു ചെറിയൊരു ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. ബന്ധുമിത്രാദികളെ ആരെയും കണ്ടില്ല, വധുവും വരനും മാത്രമായിരുന്നു. അപ്പം ആ വിവാഹശേഷം ഏതോ ഒരു യൂട്യൂബർ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട്, അച്ചായൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ ചികിത്സയുടെ സഹായവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നല്ലോ, അത്രയും സാമ്പത്തിക പ്രതിസന്ധി, അമ്മയുടെ ആശുപത്രി ചികിത്സയ്ക്കുള്ള ബില്ലടയ്ക്കാൻ പോലും മാർഗമില്ലാതെ പൊതുജനങ്ങളുടെ മധ്യേ കയ്യേന്തിയ വ്യക്തിയായ താങ്കൾ ഈ വിവാഹത്തിന് പണം എവിടെ നിന്ന് കണ്ടെത്തിയെന്നോ മറ്റോ ആണ് ചോദ്യം. കൃത്യമായി എനിക്ക് മനസ്സിലായത്. അതായത് അമ്മയെ ആശുപത്രിയിൽ നടക്കാൻ പോലും പണമില്ലാതിരുന്ന വ്യക്തി ഒരു മാസത്തിനുള്ളിൽ ഒരു വിവാഹം ചെയ്യാൻ മാത്രമുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതിന് അച്ചായൻ പറയുന്ന മറുപടി, ക്ഷേത്രത്തിൽ വന്ന് കല്യാണം കഴിക്കാനായിട്ട് ഇതിന് മാത്രം പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, 1000 രൂപ ഉണ്ടെങ്കിൽ മതി, നമുക്ക് വിവാഹം കഴിച്ച് മടങ്ങാം, നിങ്ങൾ എൻജോയ് ചെയ്യും എന്നൊക്കെ പുള്ളി കുറേ അഡ്വൈസൊക്കെ തരുന്നുണ്ട്. അപ്പം ഈ 1000 കൊണ്ട് കല്യാണത്തിന് 1000 രൂപയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയ കല്യാണം കഴിക്കാം. ഈ 1000 രൂപ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിൽ അടയ്ക്കേണ്ട ഫീസായിരിക്കും, രജിസ്ട്രേഷൻ ഫീസായിരിക്കും. കാരണം അവർ സർട്ടിഫിക്കറ്റൊക്കെ തരും, ഇന്ന വ്യക്തികൾ ഇവിടെ വിവാഹിതരായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വിവാഹത്തിന് ക്ഷേത്രത്തിലെത്തിയിരുന്നത്. 1000 രൂപ കൊണ്ടുപോയ ഒരു ദമ്പതികളായിട്ട് അല്ലെങ്കിൽ എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. കാരണം അവരുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന പൂമാല എന്ന് പറയുമ്പോൾ പെണ്ണും ചെറുക്കനും മാല ഇടണമല്ലോ. ആ അണിഞ്ഞിരുന്ന പൂമാല വിവാഹ സീസണിലാണെങ്കിൽ 3000 രൂപീസാണ്, 3000 രൂപയാണ് അതിൻ്റെ വില. വിവാഹ സീസണിലാണെങ്കിൽ ഈ വില കേരളത്തിൻ്റെ തെക്ക് പാറശാല മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള വിലയാണ്. വിത്തൗട്ട് സീസൺ, ഓഫ് സീസൺ ആണെങ്കിൽ 2000 രൂപ. 2000-ൽ 1 രൂപ കുറഞ്ഞാലും ആ മാല കിട്ടുകയില്ല. അത് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് തന്നെ പണിയിപ്പിക്കുന്ന മാലയാണ്. ഇനിയിപ്പം 2000 രൂപ കൂട്ടാം. ഇനി ഞങ്ങൾ സ്വർണ്ണം ഉപയോഗിച്ചില്ല, ഞങ്ങൾ പ്ലേറ്റ് താലിയുമാണ് ഞങ്ങൾ ഉപയോഗിച്ചത് എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനും ഞാൻ വില പറഞ്ഞുതരാം. പ്ലേറ്റ് മാല ഏറ്റവും ചുരുങ്ങിയത് 400 രൂപ കൊടുക്കണം. മാലയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 8 പിടി, 10 പിടി, 12 പിടി, അങ്ങനെയാണ്, നീളമനുസരിച്ചാണ് മാല. വിവാഹത്തിനാണെങ്കിൽ 10 പിടി മാല തന്നെ വേണം, 400 രൂപ. ഇനി പ്ലേറ്റ് താലി, അതിന് 100 രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത്. 100 രൂപയുടെ മുകളിലോട്ടാണ് വലിപ്പവും അതിൻ്റെ മോഡലും അനുസരിച്ചാണ് റേറ്റ്. 100 രൂപയുടെ ഒരു താലിന്ന് കൂട്ടാം. 400 + 100 500 രൂപ. അപ്പോൾ എത്രയായി? മാലയും താലിയും കൂടെ, താലിമാലയും പൂക്കളും കൂടി എത്രയായി? ഏതാണ്ട് 2000 രൂപയുടെ മുകളിൽ വന്നു. പിന്നെ ഇവരുടെ വസ്ത്രം ഇവർ ഒരുപക്ഷെ പറയുമായിരിക്കും, ഞങ്ങൾ വീട്ടിൽ നിന്ന് പഴയ ഡ്രസ്സുകൾ അലക്കി തേച്ചെടുത്താണ് എന്ന് പറയുമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് പഴയത് അലക്കി തേച്ചതൊന്നുമല്ല, പുതുപുത്തൻ വസ്ത്രങ്ങൾ തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ ആ നിലയ്ക്ക് നമുക്കതിനെ ലോ ബഡ്ജറ്റിലുള്ള ഡ്രസ്സായിട്ട് നമ്മൾ വിലയിരുത്തുവാണെങ്കിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് പെണ്ണിനും ഒരു 5000 രൂപയുടെ മുകളിൽ വരും, ചെറുക്കന് ഒരു 3000 രൂപ കൂട്ടാം. ഷർട്ട്, മുണ്ട്, ബനിയന്, അടിവസ്ത്രം എല്ലാം കൂടെ. പെണ്ണിനും ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി രണ്ടും കൂടി ഒരു 10000 രൂപ നമുക്ക് കൂട്ടാം. അപ്പോൾ എത്രയായി? ചിലവ് എത്രയായി? ഞാനീ പറഞ്ഞതൊന്നുമല്ല ചിലവുകൾ, യഥാർത്ഥത്തിൽ ചിലവുകൾ വേറെയാണ്. പക്ഷേ ഞാനത് അവരുടെ ശൈലിയിൽ നിസ്സാരം 1000 രൂപീസ് ഉണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയി വിവാഹിതരായി മടങ്ങിയെത്താം എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നല്ലൊരു ചിലവുണ്ട് ഇതിനകത്ത്. ഈ ചിലവുകൾക്ക് ഉള്ള പണം ഇദ്ദേഹം എങ്ങനെ കണ്ടെത്തി എന്നതാണ്. ഇദ്ദേഹം ഈ വിവാഹം വീഡിയോ പോസ്റ്റ് ചെയ്യാതെ ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതാരും അന്വേഷിക്കത്തുമില്ല, ചോദ്യം ചെയ്യത്തുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മാസം മുന്നേ ഇദ്ദേഹത്തിൻ്റെ അമ്മ, ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ ആശുപത്രിയിലായിരുന്നെന്നും ICUവിലാണെന്നും ബില്ലടയ്ക്കാനായിട്ട് പണം തികയാതെ നെട്ടയോട്ടം ഓടുകയാണെന്നും പറഞ്ഞുകൊണ്ട് തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ വളരെ ദുഃഖിതനായിട്ടിരിക്കുന്ന ഭാവമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റതള്ള ആശുപത്രി കിടക്കുക, 10 രൂപ നമ്മൾ മറ്റൊരു ആളോട് ചോദിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതിൻ്റെ മാനസികാവസ്ഥ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്കറിയാം. ആ ഒരു റിയാക്ഷൻ പുള്ളി കറക്റ്റായിട്ട് തന്നെ അന്ന് ഫോളോ ചെയ്തിരുന്നു. ആ സെയിം ടൈം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വളരെ യങ്ങായിട്ട് ഒരു വിവാഹ വേദിയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്കെല്ലാം കാണാൻ സാധിച്ചത്.
അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. അദ്ദേഹത്തിന് 1 2 കെട്ടാം, നമുക്കൊന്നും യാതൊരു പരാതിയില്ല. കാരണം ചിലവിന് കൊടുക്കാൻ പോകുന്ന അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഈ 1000 രൂപ കൊണ്ട് ഞാൻ കല്യാണം കഴിച്ച് മടങ്ങിയെത്തി, അല്ലെങ്കിൽ അതിനുള്ള ചിലവേ ഉള്ളൂ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, അതായത് 2025 ഈ വർഷത്തിൽ ഒരിക്കലും സംഭവ്യമല്ല. ആര് നിരൂപിച്ചാലും ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന വ്യക്തികൾക്ക് പോലും 1000-ൻ്റെ മുകളിൽ ചിലവുണ്ട്. കാരണം 2 മാല മേടിക്കണം, എന്തായാലും 2 മാല മേടിക്കണം. അത്രയൊക്കെ ചിലവുകളുള്ള കാലഘട്ടത്ത് ഇദ്ദേഹം വളരെ അനായാസം വലിയൊരു കോടീശ്വരനെ പോലെ തന്നെയാണ് അണിഞ്ഞൊരുങ്ങി രണ്ടുപേരും വന്നിരുന്നത്, വിവാഹിതരായത്. അപ്പം ഇതിൽ എന്തോ ഒരു കള്ളത്തരമില്ലേ എന്നതാണ് ഈ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ പലരും ചെയ്തതിൻ്റെ കാര്യം. അപ്പോൾ ഇതിൽ യാതൊരു കള്ളത്തരമില്ല, സത്യം തന്നെയാണ് എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. കാരണം എൻ്റെ അമ്മ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ പണം സ്വരൂപിച്ചിരുന്നു. എൻ്റെ ഞാനത് ഇന്ന ദിവസമാണ് വീഡിയോ ചെയ്തത്, ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ, അതായത് എൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസം വരെ എനിക്ക് ഇത്ര രൂപ കിട്ടി, അത് ഞാൻ ഇത്ര രൂപ ബില്ലടച്ചു എന്നൊക്കെ ആ രേഖാമൂലം വന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഈ വിവാഹവും എൻ്റെ തുടർന്നുള്ള ഹണിമൂൺ ആഡംബര ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് പണം ആവശ്യപ്പെട്ടതിലും സ്വാർത്ഥതയുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കാരണം അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷിനെ ടച്ച് ചെയ്യാതെയാണ്, തൊടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മാർഗം തേടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ പൂർണ്ണരൂപം അദ്ദേഹം തന്നെ അറിയിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. എന്നാ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ ഇത്തരം അപേക്ഷകൾ ആവശ്യങ്ങളായിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വഴി വരുന്നുണ്ട്. അവരെയൊക്കെ ധാരാളം വ്യക്തികൾ സഹായിക്കുന്നുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഇത് കാണുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹം കണ്ട വ്യക്തികൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ മറ്റുള്ള വ്യക്തികളെ സഹായിക്കാൻ ഒരിക്കലും തയ്യാറാകുകയില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പലരും ഇത്തരം കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് പണം സ്വരൂപിച്ച് അവരുടെ കാര്യം സാധിക്കുകയാണ്. അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കാണ് കാര്യം. ഇവരുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കാം. അതിനെ അവർ ചൂണ്ടിക്കാണിച്ച് പണം സ്വരൂപിച്ച് മറ്റുള്ള ആഡംബര ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൽ യഥാർത്ഥ അർഹതപ്പെട്ട വ്യക്തികളുടെ ജീവിതം വളരെ ദുരിതത്തിലാകും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എന്താ പറയുക, നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലേ, ഷൈനിയും മക്കളൊക്കെ ചെയ്തില്ലേ എന്ന് പറയുന്ന പോലെയൊക്കെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടിയിട്ട് ഒന്നും കിട്ടാതെ വന്നിട്ടും ഒരുപക്ഷെ ഒരു മാർഗ്ഗമില്ലാതെ അങ്ങനെയൊക്കെ അവർ സംഭവിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ചെയ്യാൻ അവർ തയ്യാറാകുകയാണെങ്കിൽ അതിന് ഈ സമൂഹമാണ് കാരണം. സമൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അച്ചായനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഈ പറയുന്ന ഞാൻ ഒക്കെ ഉൾപ്പെടുന്നതാണ്. നമ്മളൊക്കെ തന്നെയാണ് ഇതിൻ്റെ സമൂഹം, അല്ല മറ്റാരുമല്ല. സഹായിക്കാൻ സന്മനസ്സുള്ള വ്യക്തികൾ, സഹായിക്കുന്ന സന്മനസ്സുള്ള വ്യക്തികളെ ഒരിക്കലും നമ്മൾ കബളിപ്പിക്കരുത്, ഒരു കാരണവശാലും കബളിപ്പിക്കരുത്. അവരോട് നമ്മൾ സത്യസന്ധത, നമ്മളെ യഥാർത്ഥ സത്യസന്ധത രേഖാമൂലം നമുക്ക് കിട്ടിയ രേഖകളുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ ബില്ലടച്ചാണെങ്കിലും പൈസ വന്നതിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചിലവായതിൻ്റെ ആണെങ്കിലും ഒക്കെ രേഖാമൂലം നമ്മൾ കാണിക്കണം. ഓൾറെഡി എൻ്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇത്രയും രൂപ ലോൺ എടുത്തു, അല്ലെങ്കിൽ മറ്റുള്ള ചങ്ങാതിയുടെ നിന്ന് മേടിച്ചു എന്നുള്ളതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും രേഖാമൂലം പൊതുജനങ്ങളെ കാണിച്ച് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അല്ലാത്തിടത്തോളം കാലം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അർഹതപ്പെട്ടവർക്ക് പോലും 5 പൈസ കിട്ടാതെ വരുന്നു, അവർ മറ്റു മാർഗം സ്വീകരിക്കാൻ പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നതാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് അച്ചായനെപ്പോലുള്ള വ്യക്തികളെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറയാൻ കാര്യം, സാധാരണ തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് നമ്മുടെ ധാരാളം. കൊറോണ, നോട്ട് നിരോധനം തുടങ്ങിയവയൊക്കെ വന്നേ പിന്നെ അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. പറഞ്ഞ പോലെ അവർക്ക് മറ്റുള്ള മാർഗ്ഗങ്ങളൊന്നും അറിയില്ല, അല്ലെങ്കിൽ മറ്റുള്ള കടുംകൈയൊന്നും ചെയ്യാൻ എല്ലാവർക്കും അത്യാവശ്യം 1-2 മക്കളൊക്കെ ഉള്ള ഗൃഹനാഥന്മാരൊക്കെ തന്നെയാണ്. അവരൊക്കെ ജീവിച്ച് ഓരോ ദിവസം കടന്നു പോകുന്നത്, ജോലി ചെയ്യുന്നു, കുടുംബജീവിതം നയിക്കുന്നു, പോകുന്നു എന്നല്ലാതെ അവർക്കൊന്നും ഈ പ്രത്യേകിച്ച് ക്യാഷ് ബാലൻസ് പെട്ടെന്നൊരു അയ്യാഴിക വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ക്യാഷ് ബാലൻസോ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാവരും പറയും പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റൽ ചികിത്സാ കാർഡുണ്ടല്ലോ, അത് വെച്ച് ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടത്താമല്ലോ, പിന്നെ എന്താണ് അവർ വ്യാകുലപ്പെടുന്നതെന്ന്. ഒന്നുമല്ല, അങ്ങോട്ട് ചെന്നാൽ അറിയാം, ആ കാർഡുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അറിയാം അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ചിലവുകൾ എന്തുമാത്രം ഉണ്ടെന്നറിയാമോ.
മെയിൻ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഫ്രീ ഉള്ളൂ. മെഡിസിനും കാര്യങ്ങളൊന്നും ഫ്രീ അല്ല. ബാക്കിയുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഫുഡ് എക്സ്പെൻസ്, മറ്റുള്ള നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഓട്ടോ അല്ലെങ്കിൽ കാറ് എന്ന് വേണ്ട ഒരുപാട് ചിലവുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു തവണ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി ഒരാഴ്ച അഡ്മിറ്റായി മടങ്ങി വരിക, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കണക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാം കൂടി ഒരാഴ്ചത്തേക്ക് 5,000 രൂപ ചിലവുണ്ടെന്ന് കൂട്ടിക്കും. 5,000 രൂപ ചിലവ്, അല്ലെങ്കിൽ 10,000 രൂപ, 10,000 ചിലവുണ്ടെങ്കിൽ അതിനകത്തൊരു 5,000 രൂപയുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അവിടെ ഫ്രീ ആയിട്ടുള്ളൂ. പോയിട്ടുള്ള 5,000 എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലത്തെ ചിലവുകളായതാ. നമ്മുടെ ഫുഡ്, മെഡിസിന്, പെട്ടെന്ന് ഓടി വന്ന ചിലവ്, ഇന്ന മരുന്ന് മേടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഈ ഉടനെ ഇഞ്ചക്ഷൻ 8 മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ട്, ഇത് ചെയ്യണം, ഇന്ന മരുന്ന് കൊണ്ടുവരണമെന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഓൾറെഡി അവിടുന്ന് കിട്ടുന്നതിൻ്റെ അത്രയും പണം തന്നെ നമുക്ക് ചിലവുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ മടങ്ങി എത്തുന്നവരെ, എത്തിയാലും പിന്നെയും നമുക്ക് ചിലവാണ്. വീട്ടിൽ വന്നാലും ചില ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ നല്ല മെഡിസിൻ, അതായത് എക്സ്പെൻസ് കൂടുതലുള്ള മെഡിസിൻ നമ്മുടെ കാണുകയില്ല, ഫാർമസി കാണുക. നിങ്ങൾക്ക് സംശയമുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, വില കൂടി മരുന്നുകളൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് തന്നെ മേടിക്കണം. അപ്പോൾ ചിലവ് എന്തോരമുണ്ട്. അപ്പം ഈ പണമൊന്നും ഈ പറയുന്ന പോലെ സാധാരണക്കാരൻ്റെ കയ്യിലൊന്നും മുൻപേ ഉണ്ടായെന്ന് വരികയില്ല. അപ്പോൾ അവൻ്റെ നിത്യേന ജീവിതത്തിൻ്റെ കണക്കുകൂട്ടൽ മൊത്തം തെറ്റി. ഒരു വിധത്തിൽ മറ്റുള്ളവരുടെ ഇത് വട്ടിപ്പലിശക്കാരുടെ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് റോൾ ചെയ്തൊക്കെയാണ് അവർ ജീവിച്ച് ഒരു വിധത്തിൽ കടന്നു പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒരാളൊക്കെ പറയും, ചിലപ്പോൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളെ ഏതെങ്കിലും ഒരു യൂട്യൂബർമാർ പറയും, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ നോക്കട്ടെ, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് സഹായിക്കാൻ ഇറങ്ങിയാലും ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കപട പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളിലൂടെ ധനസഹായം തന്നു സഹായിക്കാൻ തയ്യാറാകുന്ന സന്മനസ്സുള്ള വ്യക്തികൾ വരെ പിന്തിരിയുകയാണ്. അതുകൊണ്ട് ഭവിഷ്യത്ത് ഈ പറയുന്ന പോലെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ് അത് ഉണ്ടാവരുത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യസന്ധത പൂർണ്ണരൂപം അറിയിക്കുക എന്നത് ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ആയിരിക്കണം. അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇത് അറിയിക്കേണ്ടത് എന്നതാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.